ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ മൗൻറ്റാകത്തിൻ്റെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സരയും കിരണും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും കല്യാണിയെ നടത്തിക്കാനായിട്ട് ശ്രമിക്കണം. അതിനു വേണ്ടിയാണ് സരയും ഇങ്ങനെ കിരണിനെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നാളെ നടക്കാനായിട്ട് പോവാം അല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നടക്കാനായിട്ട് പോകാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ വിക്രമില്ലേ, അവൻ പരോളിൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ പോകണ്ട കിരൺ, നമുക്ക് അത് മാറ്റി വയ്ക്കാം. അവൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് പരോളിലൊക്കെ കഴിഞ്ഞ് പോകുമല്ലോ, അതിനുശേഷം നടത്തിയാൽ മതി. അവനെ എനിക്ക് പേടിയൊന്നുമില്ല. അല്ല, ഞാൻ നടക്കുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മറ്റുള്ളവരെ ഇങ്ങനെ പറഞ്ഞത് വിക്രം ഒരാഴ്ചത്തേക്ക് പരോളിൽ ഇറങ്ങിയിരിക്കുകയല്ലേ, ആ പരോളെല്ലാം കഴിഞ്ഞിട്ട് ഇനി അവളെ നടത്തിച്ചാൽ മതി എന്നൊക്കെയാണ് വീട്ടുകാരൊക്കെ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടത്താം, അത് പേടിക്കണ്ടെന്നേ. ഈ നിൻ്റെ അച്ഛനും അതേപോലെ തന്നെ ഗംഗാപ്രസാദിനെ പോലുള്ള വലിയൊരു പ്രശ്നക്കാരനൊന്നും അല്ല ഈ വിക്രം. പക്ഷേ അവനൊരു ഞാഞ്ഞൂള്, അതുകൊണ്ട് അവനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ സരയുവാണെങ്കിൽ അവനൊരു ഞാഞ്ഞൂളാണെങ്കിൽ അവന് തലച്ചോറുണ്ടല്ലോ കിരൺ, അവൻ ബുദ്ധിപരമായിട്ട് എന്തെങ്കിലും ചെയ്താലോ? എന്ത് ബുദ്ധിപരമായിട്ട് ചെയ്യാനായിട്ട്? അവനൊന്നൊരു ചുക്കും ചെയ്യാനായിട്ട് പോകുന്നില്ല. സരയു, നീ ധൈര്യമായിട്ട് ചെല്ല്. ഏതായാലും നാളെ നമുക്ക് കല്യാണിയെ നടത്തിക്കാം. അവളൊന്ന് നടന്ന് ശീലിക്കട്ടേന്നേ, എന്നാലും അവളുടെ മുറിവൊക്കെ ശരിക്കും ഉണങ്ങുള്ളൂ. കുത്തേറ്റതല്ലേ, മുറിവൊന്നും ശരിക്കും ഉണങ്ങിയിട്ടില്ല എന്ന് പറയുകയാണ്. ശരി കിരൺ, ആയിക്കോട്ടെ കിരൺ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയു അങ്ങോട്ട് ചെല്ലുമ്പോൾ സരയു ഒന്ന് പതുക്കൊന്ന് തിരിഞ്ഞ് നോക്കുകയാണ് കിരണിനെ. എന്നിട്ട് ഇങ്ങനെ മനസ്സ് ചിന്തിക്കുകയാണ്, എടാ നീ നിൻ്റെ ഭാര്യയായിട്ട് നടക്കാൻ പോകുമ്പോൾ നിൻ്റെ ഭാര്യയുടെ അവസാനമായിരിക്കും. കിരണാണെങ്കിൽ സരയുവിൻ്റെ ആ മാറ്റമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് വളരെയേറെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുകയാണ്. ഒന്നും പേടിക്കേണ്ടല്ലോ, എല്ലാ കാര്യത്തിനും സരയുണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ചാണ് നമ്മുടെ കിരൺ നിൽക്കുന്നത്. അങ്ങനെ വിക്രമിനെ കാണിക്കുകയാണ്. അപ്പോൾ വിക്രമാണെങ്കിൽ സരയു വന്നില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരുന്നു സരയു പാഞ്ഞു ഓടി വരികയാണ്. സരയു എന്തായി കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ വിചാരിച്ച കാര്യം പോലെ തന്നെ നടക്കും. കാരണം അവളെയും കൊണ്ട് നാളെ നടക്കാൻ ഇറങ്ങും. ആ വലിയൊരു ഗ്രൗണ്ടില്ലേ, അവിടെയാണ് നടക്കാൻ ഇറങ്ങുന്നത്. നീ 6-നും 6:30 ഇടയ്ക്ക് അങ്ങോട്ട് വന്നാൽ മതി. ഞാനും ഉണ്ടാകും, കിരണും ഉണ്ടാകും, അവളോടൊപ്പം കൂടെ തന്നെ ഉണ്ടാകും. പിന്നെ നീ ലക്ഷ്യങ്ങൾ തെറ്റാതെ തന്നെ ഉന്നം ചെയ്യണം. അതിനുള്ള ആയുധമൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയു ആണെങ്കിൽ ആ ഒരു തോക്കെടുത്ത് വിക്രമിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഇത് ലൈസൻസ് ഉള്ള തോക്കാണ്. ഉപയോഗിക്കുമ്പോൾ ശരിക്കും നല്ല കറക്റ്റ് ഉന്നം തന്നെ വേണം ഉപയോഗിക്കാനായിട്ട്. അത് ഞാൻ ഏറ്റു സരയു. എൻ്റെ മനസ്സിൽ ഓരോരോ ലക്ഷ്യമുള്ളു. കല്യാണി, അവളെ തല പൊട്ടിത്തെറിക്കണം, അവളെ തലക്കിട്ട് തന്നെ ഞാൻ വെടിവെക്കും എന്നിങ്ങനെ പറയുകയാണ്. അതുതന്നെയാണ് എനിക്കും വേണ്ടത്. പക്ഷേ എന്നെയും കിരണിനെയും നോക്കിയിട്ട് വേണം നീ കല്യാണിയെ വെടിവെക്കാനായിട്ട്. ഉന്നം തെറ്റിപ്പോകരുത്. കിരണിനൊന്നും ഒന്നും സംഭവിക്കാനായിട്ട് പാടില്ല. ഇല്ലെന്നേ, കിരണിനൊന്നും ഒന്നും സംഭവിക്കില്ല. പിന്നെ കല്യാണിയെ ആ സ്പോട്ടിൽ തന്നെ വെടിവെച്ച് ഞാൻ തീർക്കും. അതിനുശേഷം എനിക്ക് ഒരാളെയും കൂടി തീർക്കാനുണ്ട്, കാർത്തികയെ. ഇവ രണ്ടുപേരെയും തീർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സമാധാനമായി. അതിനുശേഷം ഞാൻ ഒളിവിലായിരിക്കും. പിന്നെ സരയു, നീ പേടിക്കണ്ട. എന്നെ പോലീസ് പിടിച്ചാലും ഞാൻ നിന്റെ പേര് പറയില്ല. എന്താ, അതുപോലെ ഞാൻ പരോളിലാണെങ്കിലും വെടിവെച്ച് വീഴ്ത്തി കഴിഞ്ഞാൽ ഒളിവിൽ താമസിക്കുന്നതാണ് നല്ലത്. പോലീസുകാർക്കും ഒക്കെ സംശയം തോന്നിയാലോ? അതുമാത്രമല്ല, ഞാൻ പരോളിലിറങ്ങിയ കാര്യങ്ങൾ മുഴുവനും എൻ്റെ ശത്രുക്കൾക്കൊക്കെ മൊത്തം അറിയാലോ. അപ്പോൾ ഇങ്ങനൊരു പ്രവൃത്തി ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. അതുകൊണ്ട് എനിക്ക് ഒളിവിൽ താമസിച്ച മതിയാവുള്ളെന്നൊക്കെ പറയാം. അല്ല സരയു, നല്ല വെയിറ്റ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും പിന്നെ അത് നിറയാണ്. 4 പേരെ കൊല്ലാനുള്ള ബുള്ളറ്റൊക്കെ അതിലുണ്ടെന്നൊക്കെ നമ്മുടെ സരയു പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നീ കറക്റ്റ് സമയത്ത് അവിടെ എത്തിയിരിക്കണം, പറഞ്ഞതുപോലെ തന്നെ നടന്നിരിക്കണം. തീർച്ചയായിട്ടും സരയു, ആ കാര്യത്തെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട, നീ ധൈര്യമായിട്ട് പോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് സരയുവിനെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുകയാണ്. നമ്മുടെ സരയും കല്യാണിയും കിരണും കൂടി ആ ഗ്രൗണ്ടിൽ കൂടി നടക്കാം. അപ്പോൾ ഗ്രൗണ്ടിൽ കൂടി നടന്നു കഴിഞ്ഞപ്പോഴേക്കും കല്യാണി പറയാണ്, കിരണേട്ടാ ഇനി എന്നെ വിട്, എന്നെ പിടിച്ച് നടത്തണ്ട, ഞാൻ സ്വയം നടന്നോളാന്നേ, അതാണ് നല്ലത്. എനിക്കിപ്പോൾ വലിയ വേദനയും കുഴപ്പമൊന്നുമില്ല, ഞാൻ സ്വയം നടന്നും പഠിക്കട്ടെ കിരണേട്ടാ എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മൾ കിരണാണെങ്കിൽ അത് നീ പറഞ്ഞ സത്യം തന്നെയാ, ഇനി പിടിക്കാതെ ഒന്ന് നടക്ക്, ആ മുറിവൊക്കെ ശരിക്കൊന്ന് ഉണങ്ങട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. പറഞ്ഞപ്പോഴേക്കും നമ്മുടെ സരയും ചോദിക്കുകയാണ്, എന്താ കല്യാണി, എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഒന്നുമില്ല സരയു, എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നില്ല. അല്ലെങ്കിലും എനിക്കെന്ത് ബുദ്ധിമുട്ട്, നിങ്ങളൊക്കെ കൂടെ ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അല്ല ആ വിക്രമിൻ്റെ കാര്യങ്ങൾ ആലോചിച്ചിട്ട്, അല്ല വിക്രം പരോളിനിറങ്ങിയിരിക്കുകയാണല്ലോ,
അവനെക്കുറിച്ച് ഓർത്തൊന്നും ഒരു പേടിയില്ല. അവനൊരു ബഹളിയാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. എന്തിനും മടിക്കാത്തൊരുത്തൻ. പക്ഷേ അവനെയൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ അവിടെ കല്യാണിയും പറയാണ്. അപ്പോൾ നമ്മുടെ കിരണാണെങ്കിൽ അതെ സരയു, കല്യാണി ഒരു ദുസ്വപ്നം കണ്ടു. ദുസ്വപ്നം? എന്ത് ദുസ്വപ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് വേറൊന്നുമല്ല, എന്തോ ഒരു അപകടം പറ്റാൻ പോകുന്നുള്ളൊരു ദുസ്വപ്നമാണ് കല്യാണി കണ്ടതെന്നും പറയാ. ഇത് കേട്ട സരയുൻ്റെ മനസ്സങ്ങോട്ടിങ്ങനെ മാറുകയാണ്. ഇങ്ങനെ മുഖത്ത് വല്ലാത്തൊരു ദേഷ്യവും വാശിയും ഒക്കെ ഒരു നിറഞ്ഞിരിക്കുന്ന ആ ഒരു രീതിയാണ് നമ്മുടെ സരയുവിൻ്റെ കാണിക്കുന്നത്. അയ്യോ അങ്ങ് ദുസ്വപ്നം കണ്ടോ കല്യാണി? അങ്ങനെയാണെങ്കിൽ നടക്കാൻ വരണ്ടായിരുന്നല്ലോ കല്യാണി. ഏയ് അതൊന്നും കുഴപ്പമില്ല സരയോ, അവൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ദുസ്വപ്നം കാണുന്ന സ്വഭാവമൊക്കെ ഉണ്ട്. പിന്നെ ചിലതൊക്കെ ദുസ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഫലിക്കുകയും ചെയ്യുവേ, അതാണ് സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്തായാലും പേടിക്കണ്ട, നടന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നടക്കുക. അപ്പോഴാണ് വിക്രം വരുന്നത്. വിക്രം വന്ന് ബൈക്കിൽ ഇറങ്ങിയതും ഇവർ നടക്കുന്ന രംഗമാണ് വിക്രം കാണുന്നത്. കല്യാണിയെ കണ്ട ഉടനെ തന്നെ വിക്രമിന് അങ്ങോട്ട് കാലി വരികയാണ്. അവൾ അപ്പം തന്നെ ആ സ്പോട്ടിൽ തന്നെ തീർക്കാനാണ് നമ്മുടെ വിക്രം മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നത്. അങ്ങനെ വിക്രം തൻ്റെ സരയു കൊടുത്ത ആ ഒരു തോക്ക് എടുക്കുകയാണ് ബാക്കിൽ നിന്ന്. തോക്ക് എടുത്തിട്ട് ഈ കല്യാണിക്ക് നേരെ തന്നെ ഇങ്ങനെ ഉന്നം വെക്കുക. അപ്പോൾ സര ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഈ വിക്രം എന്താ വരാത്തത് എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് കൂട്ടിങ്ങനെ വെക്കുക. അപ്പോൾ നമ്മുടെ വിക്രം ഈ കല്യാണിക്ക് നേരെ തന്നെ ഇങ്ങനെ തോക്കും പിടിച്ചിട്ട് ഒറ്റ വെടിയാണ്. നേരെ നമ്മുടെ കല്യാണിയുടെ തലക്കിട്ട് തന്നെയാണ് ആ വെടി കൊള്ളുന്നത്. ആ സ്പോട്ടിൽ തന്നെ കല്യാണി അവിടെ വീണ് പോവുകയാണ്. എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് വീണ് പോവുകയാണ്. ആ ഒരു വീടിൽ നമ്മുടെ കിരണും ആകെ ഭയങ്കര സ്തംഭിച്ച് കിരണും കിടന്ന് കരയുകയാണ്. അതേപോലെ സരയന് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷം തോന്നുകയാണ്. സന്തോഷം കൊണ്ട് മാതി മാറുന്നൊരവസ്ഥയിൽ. പക്ഷേ ഇത് നമ്മുടെ വിക്രത്തിന് സ്വപ്നമായിരുന്നു. വിക്രം ഉറക്കത്തിൽ നിന്ന് ചാടി എണീക്കുകയാണ് എന്നും പറഞ്ഞു. അപ്പോൾ കൂട്ടുകാരൊക്കെ ചോദിക്കണം, എന്ത് പറ്റി? അത് ഞാൻ കല്യാണി തലക്ക് വെടിവെച്ച് അവളെ കൊന്നു ഞാൻ. ഇത് കഴിഞ്ഞപ്പോഴേക്കും അവൻ എന്തൊക്കെയോ ലഹരി സാധനങ്ങളിൽ അടിച്ച് കയറ്റിയിട്ട് ഉറക്കത്തിൽ കിടന്ന് സ്വപ്നം കണ്ട് ചാടി എണീറ്റാണ്. ഇല്ലടാ, ഇത് വെറും സ്വപ്നമല്ല, അവളെ തലയ്ക്ക് തന്നെയാണ് വെടിവെച്ചത്. ആ വെടിയുടെ ആഘാതത്തിൽ അവൾ പെടഞ്ഞ് വീഴുന്നത് വരെ ഞാൻ കണ്ടതാണ്. അവളെ വെടിവെച്ച ഉടനെ തന്നെ ഞാൻ ആ കിരണ് നേരെ ഒഴിച്ചു. രണ്ടിനെയും തീർക്കാൻ തന്നെയാണ് എൻ്റെ മനസ്സിൽ. എടാ നീ ഇങ്ങനെ സ്വപ്നം കൊണ്ടിട്ട് അതൊന്നും പറയല്ലേ. നടക്കാനുള്ളതൊക്കെ നടക്കട്ടെ, അതിനുശേഷം സന്തോഷിച്ചാൽ പോരേടാ. നീ ആ കിരണിനെ വിട്ട് കളഞ്ഞേര്. കാരണം കിരൺ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല. കാരണം ഈ ഗംഗാപ്രസാദ് വിറപ്പിച്ച് നടന്നേച്ച ഒരു മനുഷ്യനാ എല്ലാവരെയും. എന്നിട്ട് ഗംഗാപ്രസാദിനെ നിസാരമായിട്ട് കൊന്നു തള്ളിയില്ലേ അയാൾ. ഇത് കഴിഞ്ഞപ്പോഴേക്കും നിർത്തടാ, നീയൊക്കെ ഇങ്ങനെ കിരണിനെ ഇങ്ങനെ പുകഴ്ത്തി പറയല്ലേ. കിരണിനെ അങ്ങനെ കൂടുതലൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. കല്യാണിക്ക് കുത്തുകൊണ്ടില്ലേ, അതെങ്ങനെയാ? ഇവനൊക്കെ ഉണ്ടായിട്ട് തന്നെയല്ലേ കല്യാണിക്ക് കുത്തുകൊണ്ടത്. കല്യാണിയെ കറക്റ്റ് സമയത്ത് ആ കിരൺ ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലായിരുന്നെങ്കിൽ കല്യാണി രക്ഷപ്പെടില്ലായിരുന്നു. അത് ചെയ്തതാരാ? വേറെ ഒരു ജയിൽ പുള്ളി, അതും കിരണിൻ്റെ അമ്മാവനാണ് ഇത് ചെയ്തത്. അങ്ങനെ ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണിക്ക് കുത്തുകൊണ്ട് ഹോസ്പിറ്റലായല്ലോ. ആ സമയത്ത് എന്താ അവൻ ഇവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ വരാനുള്ളതൊക്കെ വരുവടാ, അതൊന്നും വഴി തങ്ങാനായിട്ട് പോകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മനസ്സിലെ ലക്ഷ്യം ആ കിരണും കല്യാണിയും ഇല്ലാതാകുക. ഇത് മാത്രമാണ് എൻ്റെ മനസ്സിലെ ലക്ഷ്യം. അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ലടാ. അവരെ തീർക്കാതെ എനിക്കിനി ഇവിടം വിട്ട് പോകാനായിട്ട് സാധിക്കില്ല എന്ന് വിക്രം ഇങ്ങനെ പറയാണ്. അപ്പോൾ നിൻ്റെ ആകാംക്ഷയൊക്കെ കൊള്ളാം, ഏതും എന്തിനും ഞാനൊക്കെ കൂട്ടുണ്ടറാ. നീ ധൈര്യമായിട്ട് ഇപ്പോൾ കിടന്നിറങ്ങ്, നാളെ രാവിലത്തെ കാര്യമല്ലേ, അപ്പം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വിക്രത്തിനെ സമാധാനിപ്പിക്കുകയാണ്. ഇങ്ങനെ പിറ്റേ ദിവസം രാവിലെയാണ്, വെളുപ്പിനായി കഴിഞ്ഞപ്പോൾ സരയുവിനെ കാണിക്കുകയാണ്. അപ്പോൾ സരയുവാണെങ്കിൽ നല്ല രീതിയിൽ ഒരുങ്ങാണ്. നല്ല കാര്യത്തിനൊന്നും അല്ല പോകുന്നത്, എന്നാലും ഒരുങ്ങണമല്ലോ. കാരണം ഞാൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരാളല്ലേ എൻ്റെ കൂടെ വരാനായിട്ട് പോകുന്നത്, കിരൺ. അവനെ കാണിക്കാനായിട്ട് കുറച്ച് ഗ്ലാമറൊക്കെ ഉള്ളത് നല്ലതാണ് എന്നും പറഞ്ഞുകൊണ്ട് സരയു നേരെ ഹാളിലേക്ക് ചെല്ലുക. അപ്പോഴേ താര ഒരു ഗ്ലാസ് ചായയുമായിട്ട് വരികയാണ്. സരയുവിനെ കൊടുക്കുകയാണ്. ഞാൻ നിങ്ങളോട് ചായ ചോദിച്ചോ? നിങ്ങളെന്തിനിപ്പോൾ ചായയായിട്ട് വന്നത് എന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി പോവാം, എനിക്ക് പെട്ടെന്ന് തന്നെ പോകണം. അതേ, കല്യാണി നടത്താനായിട്ട് തീരുമാനിച്ചു. എൻ്റെ കൂടെ കിരണും ഉണ്ട്, അവനാ എന്നോട് വരാനായിട്ട് പറഞ്ഞത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ താരയ്ക്ക് വല്ലാത്തൊരു ടെൻഷൻ തോന്നുക. എന്താ
ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മുഖത്ത് ഭയങ്കര ടെൻഷനാണല്ലോ. സംശയമുണ്ടല്ലേ? അങ്ങനെ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടിയും ആരോടൊന്നും പറയാനായിട്ട് നിൽക്കരുത്. എൻ്റെ മനസ്സിലെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞ് മനസ്സിലായല്ലോ. അല്ലെങ്കിലും നിങ്ങൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? കിരൺ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് നല്ല കാര്യം തന്നെയല്ലേ. എനിക്കൊരു ഭർത്താവില്ല, പിന്നെ എൻ്റെ മോള് കിരണിനെ വിളിക്കണ അച്ചായെന്നല്ലേ. അപ്പോൾ ശരിക്കും അങ്ങോട്ട് അച്ഛനെ ആയിക്കോട്ടേന്നേ. എൻ്റെ ഭർത്താവായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് പേടിക്കാനൊന്നും ഇല്ലല്ലോ. ദേ, നിങ്ങൾക്ക് മകളുടെയും കൊച്ചുമോളുടെ ഒപ്പമൊക്കെ ജീവിക്കണം, നല്ല അടിപൊളിയായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പോലെ കേട്ടേ മതിയാവുള്ളൂ. അല്ലെങ്കിലും കല്യാണിയെ തീർക്കാൻ വേണ്ടി തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഇതേ ജനിച്ച നാളെ മുതലേ എല്ലാവരും പറഞ്ഞുറപ്പിച്ച കാര്യങ്ങളാ. സറിയു നിനക്കുള്ളതാണ്, കിരൺ നിനക്കുള്ളതാണ് എന്നൊക്കെ പറഞ്ഞാണ് അങ്ങനെ നടന്നത്. അത് സത്യം തന്നെയായിരുന്നു. കിരണോട് എനിക്ക് ഭ്രാന്തമായ സ്നേഹമായിരുന്നു. അവൻ അമേരിക്കയിൽ പഠിക്കാൻ പോകുമ്പോഴും ഞങ്ങളെപ്പോഴും ഫോൺ ചെയ്യുമായിരുന്നു. പ്രണയമായെന്ന രീതിയിലാണ് ഞങ്ങൾ സംസാരിച്ചത്. പക്ഷേ എപ്പോഴും അവൻ്റെ മനസ്സ് മാറിപ്പോയി. എൻ്റെ സ്വഭാവദോഷ്യവും എൻ്റെ ഈ എടുത്തുചാട്ടവും ദേഷ്യമൊക്കെ കാരണം അവൻ എന്നെ പ്രണയിച്ചിട്ടില്ലെന്നാ എനിക്ക് തോന്നിയത്. പക്ഷേ ഞാൻ അങ്ങനെയല്ല. ഞാൻ കിരണിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, ഒരുപാട് ഭ്രാന്തമായിട്ട്. പക്ഷേ എങ്ങനെയോ ഒരു ദുഷ്ടൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അവൻ ദുഷ്ടനാണോ എന്താണോ ഒന്നും അറിയാതെ ഞാൻ നോക്കിയപ്പോൾ കിരണിനെക്കാളും മികച്ച ഒരാളായിട്ടാണ് എനിക്ക് ആ മനോഹരനെ തോന്നിയത്. അതുകൊണ്ടാ പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അല്ലായിരുന്നെങ്കിലേ കല്യാണി എപ്പോഴേ തീരേണ്ടതായിരുന്നറിയാവോ? കല്യാണിയെ ഞാൻ തീർത്ത് കളഞ്ഞാനായിരുന്നു. പക്ഷേ എന്തോ അങ്ങനെയൊന്നും സംഭവിച്ചില്ല എന്ന രീതിയിൽ തന്നെ പറയുകയാണ്. പക്ഷേ ഇനി എനിക്ക് വിട്ടുകൊടുക്കാനായിട്ട് പറ്റില്ല. കല്യാണി ഞാൻ തീർക്കും, കിരണിനെ ഞാൻ സ്വന്തമാക്കും. എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനായിട്ട് ഞാനും കിരണും കുഞ്ഞുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കും. അത് നിങ്ങൾക്ക് കാണണ്ടേ? മകളുടെ സന്തോഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നേ, അല്ലാതെ മറ്റുള്ളവരിതിനു വേണ്ടിയല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് സരയോടത് പോവുകയാണ്. ധാരയ്ക്കാണെങ്കിൽ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ ഒരു പേടിയും വെപ്രാളവും ഒക്കെ തോന്നുകയാണ്. ഇവളെന്തിനുള്ള പുറപ്പാടാണോ എൻ്റെ ദൈവമേ എന്നാണ് നമ്മുടെ താര ഇങ്ങനെ ചിന്തിക്കുന്നത്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കല്യാണിയെ ഇങ്ങനെ പതുക്കെ കൊണ്ടുവരികയാണ് കിരൺ. അപ്പോൾ കാദംബരി വന്ന് നമ്മുടെ രതീഷിന് ചായ കൊടുക്കുമായിരുന്നു. അങ്ങനെ ചായ കൊടുക്കുമ്പോൾ ഇവരെയും കാണുകയാണ്. നിങ്ങൾക്ക് ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോഴേക്കും വേണ്ട, നിങ്ങൾ എവിടെ പോവാം? ഞാനൊന്ന് നടക്കാനായിട്ട് പോവുകയാണെന്നൊക്കെ പറയാണ്. ആഹാ, നടക്കാൻ പോവാണോ? അതേതായാലും കൊള്ളാലോ. അതെ ചേച്ചി, ഇവിടെ വീട്ടിലിരുന്ന് ആകെ മുഷിഞ്ഞു. എനിക്ക് എങ്ങനെയെങ്കിലും ഇതൊക്കെ ഒന്ന് മാറിയിട്ട് എത്രയും പെട്ടെന്നൊന്ന് കമ്പനിയിലേക്ക് പോയാൽ മതിയെന്നാണ് എൻ്റെ ആഗ്രഹം. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും രതീഷ് പറയാണ്, എൻ്റെ കല്യാണി കുറച്ചൊന്ന് വിശ്രമിക്കുന്നേ, ആ ശരീരത്തിലെ മുറിവൊന്ന് ഉണങ്ങട്ടെ, അതിന് ശേഷം പോയാൽ മതി ഓഫീസിലൊക്കെ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും കിരൺ അതുതന്നെയാണ് ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും സരയു വന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുമ്പോൾ സരയു പാഞ്ഞെത്തുക. സരയുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് രതീഷിന് അത്ര താല്പര്യം പോരാ. രതീഷിൻ്റെ മുഖഭാവം ഏർന്ന് മാറുകയാണ്. സരയു ആണെങ്കിൽ അതിൻ്റെ അപ്പുറം. സരയു അങ്ങനെ വീണകത്തേക്ക് കയറുകയാണ്. എല്ലാവരും റെഡി ആയല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് നടക്കാൻ പോയാൽ മാത്രം മതി. പക്ഷേ സരയുവിൻ്റെ ആ ഒരുക്കം രീതികളൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് രതീഷിന് അത്ര താല്പര്യമൊന്നും പോരാ. അങ്ങനെ രതീഷേ എന്നെങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. ശരി സാറേ. അങ്ങനെ 3 പേരും കൂടി നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും രതീഷ് നേരെ കാദംബരിയോട്, അല്ല ഇവരോടൊപ്പം നടക്കാനായിട്ട് എന്തിനാണ് ഈ സരയു വന്നത്? അത് തന്നെ രതീഷായിട്ട് ഞാനും ആലോചിക്കുന്നത്. ഇവളെന്തിനാ ഇങ്ങോട്ട് പുറപ്പെട്ടത്? ഇവളങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റിയൊന്നുമില്ല. നീ ഒന്ന് ആ സംഭവം ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ. കല്യാണിക്ക് കുത്തേറ്റ ആ ദിവസം അവിടെ ഇങ്ങനെ കറക്റ്റ് സമയത്ത് ആ ബഗാസുരൻ എത്തി. അതും സരയു പ്ലാൻ വരച്ച ആ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് തന്നെയല്ലേ വന്നത് ബഗാസുരൻ? അതെങ്ങനെ സംഭവിച്ചു? ഇവളിതിൽ പങ്കില്ലെന്ന് പറയുമ്പോൾ എനിക്കത് വിശ്വസിക്കാൻ മാത്രം പറ്റുന്നില്ല. ഞാൻ ഈ ഒരു സംശയം കിരൺ സാറിനെ ബോധിപ്പിച്ചതാ. പക്ഷെ കിരൺ സാറിനാണെങ്കിൽ ഒട്ടും സംശയവും ഇല്ല. പക്ഷെ എനിക്ക് അവിടെ സംശയമാണ്. ഇപ്പം തന്നെ കണ്ടില്ലേ, ആ വിക്രം പരോളിന് ഇറങ്ങിയിരിക്കുക. ആ സമയത്ത് തന്നെ നടക്കാൻ പോകുന്നു. അത് കൂട്ടിന് സരയു നിൽക്കുന്നു. ഇതിലെന്തൊക്കെയോ അപാകതകളില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഇനിയിപ്പോൾ നമ്മളെന്ത് പറയാനാ? നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലും കിരൺ സാർ അതൊന്നും വിശ്വസിക്കാനായിട്ട് പോകുന്നില്ല, നമുക്കൊന്നും പറയാനും പറ്റത്തുമില്ല എന്നിങ്ങനെ പറയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് വിക്രത്തെയാണ്. വിക്രവും നല്ല സെറ്റപ്പായിട്ട് തന്നെ കണ്ണാടി നോക്കി മുടിയൊക്കെ ചീകി നല്ല അടിപൊളിയായിട്ട് എടുക്കുകയാണ്. ഇന്ന് തന്നെ കല്യാണിയെ തീർക്കണമെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അങ്ങനെ ഈ വിക്രം നേരെ സരയു കൊടുത്ത് ആ ഒരു തോക്കെടുത്തിട്ട് കണ്ണാടിക്ക് നേരെ ചൂണ്ടുന്നു, ആ സൈഡിലേക്ക് ചൂണ്ടുന്നു, അങ്ങനെ ചൂണ്ടുന്നു. തൻ്റെ സ്വയം
തൻ്റെ നെറ്റിയിൽ തോക്ക് വെക്കുന്നു. പക്ഷേ ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് കാണുന്ന ഒരാളുണ്ടായിരുന്നു. അത് നമ്മുടെ പ്രകാശനാണ്. പ്രകാശൻ ആ വീട്ടിൽ നിന്ന് പോയിട്ടില്ല. ആ വീട്ടിൽ ആ പ്രകാശൻ അവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയാണ് കഥയുടെ ഗതി മാറാനായിട്ട് പോകുന്നത്. നമ്മുടെ പ്രകാശൻ്റെ കൈകൾ കൊണ്ട് തന്നെയായിരിക്കും വിക്രമിൻ്റെ അന്ത്യം. ഇതൊക്കെ കാണാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു സീഗൻ. ബൈ.